നമസ്കാരം. ധർമ്മടത്ത് ഷാഫി പറമ്പിൽ മത്സരിച്ചാൽ പിണറായി വിജയൻ തോൽക്കുമെന്ന് യൂത്ത് കോൺഗ്രസ് നേതാവ് ജിൻഡോ ജോണിന്റെ ഒരു പ്രസ്താവന പുറത്തു വന്നിട്ടുണ്ട്. ഓൺലൈൻ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് ജിൻഡോ ഇക്കാര്യം പറഞ്ഞത്. ഇത് പറയുന്നത് ഷാഫിയുടെ കപ്പാസിറ്റി ഞങ്ങൾക്ക് അറിയാവുന്നത് കൊണ്ടാണ് എന്നും കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കെ സുധാകരൻ മത്സരിക്കുമ്പോൾ പിണറായി വിജയന്റെ സ്വന്തം ബൂത്തിൽ 2019 22 വോട്ടുകൾ അധികം കിട്ടിയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പിണറായി വിജയന്റെ അയൽക്കാരായിട്ടുള്ളവർ കോൺഗ്രസിന്റെ കൈപ്പത്തിക്ക് വോട്ട് ചെയ്തു. അപ്പോൾ ഷാഫി ചെന്നാൽ പിണറായി വിജയൻ വീട്ടിലിരിക്കുമെന്നും ജിൻഡോ പറയുന്നുണ്ട്. തിരഞ്ഞെടുപ്പ് കാലം അടുക്കുമ്പോൾ കേരള രാഷ്ട്രീയത്തിൽ പതിവായി കേൾക്കുന്ന ഒരു തരത്തിലുള്ള പ്രസ്താവനയാണ് യൂത്ത് കോൺഗ്രസ് നേതാവ് ജിൻഡോ ജോൺ നടത്തിയിരിക്കുന്നത്. ധർമ്മടത്ത് ഷാഫി പറമ്പിൽ മത്സരിച്ചാൽ പിണറായി വിജയൻ തോൽക്കും. യാഥാർത്ഥ്യ ബോധമില്ലാത്ത ഇത്തരം വാചകങ്ങൾ കോൺഗ്രസിന്റെ രാഷ്ട്രീയ ദൗർബല്യവും നിരാശയും തുറന്നുകാട്ടുന്നതാണ്. കാരണം ധർമ്മടം എന്നത് ഒരു നിയമസഭാ മണ്ഡലം മാത്രമല്ല, അത് പിണറായി വിജയൻ എന്ന രാഷ്ട്രീയ നേതാവിന്റെ ദൃഢതയും ഭരണ പരിചയവും ജനവിശ്വാസവും പതിഞ്ഞ രാഷ്ട്രീയ ഭൂമികയാണ്. പിണറായി വിജയൻ ധർമ്മടത്തിന്റെ MLA മാത്രമല്ല, കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ നിർണായകമായ ഒരു കാലഘട്ടത്തെ നയിച്ച മുഖ്യമന്ത്രിയാണ്. 2 തുടർച്ചയായ ഭരണകാലങ്ങൾ പൂർത്തിയാക്കിയ ആദ്യ മുഖ്യമന്ത്രി എന്ന ചരിത്ര നേട്ടം, വികസനത്തിലും സാമൂഹ്യ സുരക്ഷയിലും കേരളത്തെ പുതിയ ഉയരങ്ങളിലെത്തിച്ച ഭരണ മാതൃക, പ്രതിസന്ധികളിൽ പോലും ഉറച്ച നിലപാടുകൾ, ഇതെല്ലാം ധർമ്മടം ജനത നേരിട്ട് അനുഭവിച്ചിട്ടുള്ളതാണ്. പ്രളയം, കോവിഡ് മഹാമാരി, സാമ്പത്തിക വെല്ലുവിളികൾ, ഓരോ ഘട്ടത്തിലും ഭരണം എങ്ങനെയാകണം എന്നതിന്റെ വ്യക്തമായ ഉദാഹരണമായി പിണറായി സർക്കാർ മാറി. ഈ യാഥാർത്ഥ്യങ്ങളെ മറികടന്ന് ഒരാൾ മാറി വന്നാൽ ജയിക്കുമെന്ന് പറയുന്നത് രാഷ്ട്രീയ ബാലിശത മാത്രമാണ്. ഷാഫി പറമ്പിൽ എന്ന പേര് ഉച്ചരിച്ചാൽ തന്നെ ജയമെന്ന തോന്നൽ സൃഷ്ടിക്കാൻ കോൺഗ്രസ് ശ്രമിക്കുന്നത് അവരുടെ ആശയ ദാരിദ്ര്യത്തിന്റെ തെളിവാണ്. വ്യക്തിപൂജയിലൂടെയും സോഷ്യൽ മീഡിയ ശബ്ദങ്ങളിലൂടെയും രാഷ്ട്രീയത്തിൽ ജയിക്കാമെന്ന തെറ്റിദ്ധാരണയിലാണ് കോൺഗ്രസ് ഇപ്പോൾ. എന്നാൽ ധർമ്മടം ജനത സോഷ്യൽ മീഡിയയിലെ ട്രെൻഡുകൾ നോക്കിയല്ല വോട്ട് ചെയ്യുന്നത്. അവർ നോക്കുന്നത് ഭരണഫലങ്ങളാണ്, നിലപാടുകളാണ്, വിശ്വാസ്യതയാണ്. പിണറായി വിജയൻ ആ വിശ്വാസ്യത വർഷങ്ങളായി നിലനിർത്തുന്ന നേതാവാണ്. അതേസമയം അടാട്ട് തിരിച്ചു പിടിച്ച അനിൽ അക്കര നിയമസഭാ തിരഞ്ഞെടുപ്പിൽ പോരിനിറങ്ങിയേക്കുമെന്നുള്ള സൂചനകളും പുറത്തുവരുന്നുണ്ട്. 5 വർഷം മുൻപ് വടക്കാഞ്ചേരിയിൽ പരാജയപ്പെട്ട് ഇനി തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് ഇല്ല എന്ന് തീരുമാനിച്ച അനിൽ അക്കര തിരിച്ചുവരവിനുള്ള ഒരുക്കത്തിലാണ്. അടാട്ട് തിരിച്ചുപിടിച്ച് പഞ്ചായത്ത് പ്രസിഡന്റായ അക്കര നിയമസഭാ തിരഞ്ഞെടുപ്പിൽ പോരിനിറങ്ങുമെന്നാണ് സൂചനകൾ. 2016 തൃശൂർ കോൺഗ്രസിലെ അവസാന വാക്കായ CN ബാലകൃഷ്ണന്റെ എതിർപ്പ് മറികടന്നാണ് ഉശിരൻ നേതാവായ അനിൽ അക്കരയെ കോൺഗ്രസ് വടക്കാഞ്ചേരിയിൽ ഇറക്കിയത്. അടാട്ട് പഞ്ചായത്തിന്റെ സാരഥിയായി നിരവധി പുരസ്കാരങ്ങൾ നേടിയ ജില്ലാ പഞ്ചായത്ത് അംഗമെന്ന നിലയിൽ തിളങ്ങിയ അക്കര 43 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് മണ്ഡലം പിടിച്ചെടുത്തത്. വടക്കാഞ്ചേരി ലൈഫ് മിഷൻ വീട് വിവാദത്തിൽ സർക്കാരിനെ പ്രതിക്കൂട്ടിൽ തളച്ചെങ്കിലും വീട് മുടക്കിയെന്ന പേരിൽ ചാർത്തി അനിൽ അക്കരയെ CPM പൂട്ടി. 2021 അനിൽ അക്കരയ്ക്കെതിരെ എതിരാളികളുടെ ഏറ്റവും വലിയ പ്രചരണായുധം പാവപ്പെട്ടവർക്കുള്ള ഭവന പദ്ധതി അട്ടിമറിച്ചെന്ന ആരോപണമായിരുന്നു. വോട്ടെണ്ണിയപ്പോൾ CPMന്റെ സേവ്യർ ചിറ്റിലപ്പള്ളി ഈസിയായി ജയിച്ചു കയറി. കോൺഗ്രസിന്റെ ഇന്നത്തെ അവസ്ഥ പരിശോധിച്ചാൽ അവർക്കുള്ള ഏറ്റവും വലിയ പ്രശ്നം നേതൃത്വ ശൂന്യതയാണ് എന്ന് ഉറപ്പിച്ചു പറയാൻ കഴിയും. ദേശീയ തലത്തിൽ രാഹുൽ ഗാന്ധിയുടെ അനിശ്ചിത നിലപാടുകളും രാഷ്ട്രീയ പക്വതയില്ലായ്മയും പാർട്ടിയെ ദുർബലമാക്കുമ്പോൾ സംസ്ഥാന തലത്തിൽ നേതാക്കൾ തമ്മിലുള്ള തർക്കങ്ങളും പരസ്പര ആരോപണങ്ങളും കോൺഗ്രസിനെ ചിരിപ്പിക്കുന്ന അവസ്ഥയിലാണ്. ഇതിന്റെ ഏറ്റവും പുതിയ ഉദാഹരണമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയവുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദം. യുവ നേതാക്കളെ ഉയർത്തിക്കാട്ടുന്നു എന്ന അവകാശവാദത്തിനിടയിലും അവരുടെ തന്നെ പ്രവർത്തനങ്ങൾ പാർട്ടിയെ പ്രതിസന്ധിയിലാക്കുന്നു എന്നത് വാസ്തവമാണ്. ഉത്തരവാദിത്തമില്ലാത്ത പ്രസ്താവനകളും വിവാദങ്ങളിൽ കുടുങ്ങുന്ന നേതാക്കളും കോൺഗ്രസിന്റെ വിശ്വാസ്യതയെ കൂടുതൽ തകർക്കുകയാണ്. ധർമ്മടം തെരഞ്ഞെടുപ്പ് ഒരു വ്യക്തി മത്സരിക്കുന്നതിന്റെ കഥയല്ല, അത് 2 രാഷ്ട്രീയ സംസ്കാരങ്ങൾ തമ്മിലുള്ള പോരാട്ടമാണ്. ഒരു വശത്ത് ഉത്തരവാദിത്വമുള്ള, അനുഭവ സമ്പത്തുള്ള ജനപക്ഷ ഭരണത്തിന്റെ പ്രതീകമായ പിണറായി വിജയൻ, മറുവശത്ത് ആശയശൂന്യതയും ആഭ്യന്തര കലഹങ്ങളും കൊണ്ട് തളർന്ന കോൺഗ്രസ്. ഈ പോരാട്ടത്തിൽ ധർമ്മടം ജനത ഏത് വശത്താണ് നിൽക്കുക എന്നത് കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രം തന്നെ ഉത്തരം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ജിൻഡോ ജോണിന്റെ പ്രസ്താവനകൾ വാർത്താ തലക്കെട്ടുകൾക്ക് ഉപകരിക്കാം, പക്ഷേ രാഷ്ട്രീയ യാഥാർത്ഥ്യത്തെ മാറ്റാൻ അവയ്ക്ക് കഴിയില്ല.